ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എവിടെയായിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇന്നത്തെ നമ്മുടെ കുടുംബം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ആയിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കുടുംബമായിട്ട് ഒന്നിച്ചായിരിക്കുന്നത്. ഹല്ലേലൂയ. കുടുംബത്തെക്കുറിച്ച് ഹല്ലേലൂയ അല്പ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. കാരണം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കുടുംബം ഹല്ലേലൂയ ദൈവത്താൽ സ്ഥാപിതമായതാണ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ സ്ഥാപിച്ചില്ല എങ്കിൽ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഏദൻ ഹല്ലേലൂയ തോട്ടത്തിൽ ഹല്ലേലൂയ ആദം ഹവ്വമാരെ നിർമ്മിച്ച കർത്താവ് ആ തോട്ടത്തിലാക്കി. ഹല്ലേലൂയ. ആ സമയം മുതൽ ഹല്ലേലൂയ കുടുംബം ഈ ലോകത്ത് സ്ഥാപിതമായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ഇവിടെയായിരിക്കുന്ന കുടുംബങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ ഇത് നമ്മുടെ പ്ലാനോ നമ്മുടെ പർപ്പസോ ഒന്നുമല്ല, ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹല്ലേലൂയ പറയുവാനായിരിക്കും. ദൈവം സ്വയം നിർണയിച്ച കാര്യമാണ് കുടുംബം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടായിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കരുത് അയ്യോ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്താൽ സ്ഥാപിതമാണ്. ഹല്ലേലൂയ. നമുക്കൊരു ഹല്ലേലൂയ നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഹല്ലേലൂയ നമ്മളൊരു മാതൃകാപരമായ ജീവിതം നയിക്കണം. ഹല്ലേലൂയ കുടുംബ ജീവിതം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാനായിരിക്കുന്നു 3 P ഉണ്ട്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തേതാണ് പ്ലാൻ ഓഫ് ഗോഡ്, പ്രോഗ്രാം ഓഫ് ഗോഡ്, പെർഫോം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ 3 കാര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്ലാനിൻ പ്രകാരം മാത്രമേ ഒരു കുടുംബം സ്ഥാപിക്കുവാൻ സാധ്യമുള്ളൂ. ഹല്ലേലൂയ. അത് നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 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 ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യൻ ഏകനെന്ന് നന്നെന്ന് ദൈവം കണ്ടിട്ട് എന്തുവാ ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. നമുക്ക് വായിക്കാം അതിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. ഹല്ലേലൂയ. ദൈവം കണ്ടു മനുഷ്യനെ അവൻ ഏകനല്ല എന്ന് കണ്ടതുകൊണ്ട് ദൈവം അവനെന്തുവാ ഒരു തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അത് ആ ദൈവത്തിൻ്റെ प्लान आയിരുന്നു. हालेलुया. परमेश्वर का प्लान था कि परमेश्वर ने मनुष्य अकेले रहना अच्छा नहीं है कर जानते हुए परमेश्वर ने उसके लिए एक साथी बनाया. हालेलुया. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുക ദൈവം ആദ്യം ആരെ ഉണ്ടാക്കി? ആദമിനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം ചിന്തിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആദമിനൊരു ഗാഢ നിദ്ര കൊടുത്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഗാഢ നിദ്ര കൊടുത്തതിന് ശേഷമാണ് ആദമിൻ്റെ ഒരു ഭാര്യയിലെടുത്ത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക എന്തുകൊണ്ട് ആദമിന് ഗാഢ നിദ്ര കൊടുത്തു? ദൈവത്തിന് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഒരു സ്ത്രീ അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു? ആ ഗാഢ നിദ്ര കൊടുത്ത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ ആദാമിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ആദാമിൻ്റെ മുമ്പിൽ തന്നെ അത് ആ സ്ത്രീയെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആദാം പറയുമായിരിക്കും ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഈ ലോകത്തിൽ നമ്മളുമായിരിക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കൊരു പ്രപ്പോസൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചിന്തിക്കും. ഹല്ലേലൂയ ഇതങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, അത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, ആ കളർ ഉണ്ടായിരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ദൈവത്തോട് നമ്മൾ ഹല്ലേലൂയ എന്ത് യാചിച്ച ദൈവം ഒരു വിവാഹം വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്രകാരം പറയണം, കർത്താവേ നിൻ്റെ പദ്ധതി പ്രകാരമായിരിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ പദ്ധതി പ്രകാരമായിരിക്കുമ്പോഴാണ് കുടുംബ ജീവിതം സക്സസ് ആകുന്നത്. ഹല്ലേലൂയ. ആ കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രോഗ്രാമുകൾ അങ്ങനെ നടക്കും. ഹല്ലേലൂയ. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ അതൊരു പെർഫോം ആകും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എവിടെയായിരിക്കുന്ന കുടുംബങ്ങളോട് ഹല്ലേലൂയ എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ എൻ്റെ ജീവിതം ഞങ്ങൾ ഏകദേശം എൻ്റെ മാരേജ് ചെയ്തത് 93 കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ഇത്രത്തോളം ഹല്ലേലൂയ ദൈവം നടത്തിയത് ആ ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതുകൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ
സാധിക്കും. ഞങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിതമായതാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിതമായതായതുകൊണ്ട് ഇന്നും ദൈവം നമ്മളെ നിലനിർത്തുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ പ്രയാസങ്ങൾ വരും പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ക്രൂശിൻ്റെ യാത്രയാണ്. ഹല്ലേലൂയ. അതിന് ത്യാഗം നമുക്ക് വേണം. ഹല്ലേലൂയ. സഹിഷ്ണുത വേണം. ഹല്ലേലൂയ. ദയ വേണം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് യോഹന്നാൻ എഴുതിയ ഹല്ലേലൂയ സുവിശേഷം 3:16 നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതിരിപ്പാൻ ദൈവം അവനെ ലോകത്തെ തന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് വേണ്ടി ആ യേശു എന്തുവാ ലോകത്തിൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്തുവാ അവൻ്റെ സ്നേഹത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തോ ഒരു സ്നേഹം. ഹല്ലേലൂയ. ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര കഷ്ടതകൾ പ്രയാസങ്ങൾ കടന്നു വന്നാലും ഹല്ലേലൂയ അത് സഹിക്കും. ഹല്ലേലൂയ. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ അങ്ങ് എല്ലാം ആയി നടക്കുമെന്നല്ല. ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴും ആ സ്നേഹം. ഹല്ലേലൂയ. യേശു നമുക്ക് ആ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ തൻ്റെ അവസാനത്തുള്ളി രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രശ്നത്തിനും മധ്യത്തിലും ദൈവം ഇറങ്ങി വന്ന് നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ഇവിടെയായിരിക്കുന്ന ജനത്തോട് എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ സ്നേഹം ഉണ്ടായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ക്രൂശിനെ നമ്മളെപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. ആ യേശു സഹിച്ചതായ പങ്കപ്പാട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കുടുംബ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചോണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ആ മഹിമയുടെ ഹല്ലേലൂയ വലത്ത് ഭാഗത്തിരിപ്പാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ കുറച്ച് ഹല്ലേലൂയ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് പി ഹല്ലേലൂയ ദി പ്ലാൻ ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ. പ്രോഗ്രാം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പെർഫോം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ 3 കാര്യം നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ മനസ്സിൽ ഹല്ലേലൂയ ചിന്തിച്ചോണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ ദിവസം ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ ഇത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്ന ജോബ് 1:5 വായിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജോബ് 1:5 കാണുന്നു. ഹല്ലേലൂയ ഇയ്യോബ് എന്തോ എടുത്തെന്നാ രാവിലെ എണ്ണീറ്റ് തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തോ എടുത്തു യാഗം കഴിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് സ്നേഹം ഉണ്ടാകണം, രണ്ടാമത് നമുക്ക് എന്തോ വരാം ഒരു യാഗം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തുവാ നമ്മളൊരു യാഗം എന്ന് പറയുന്നത് എന്തുവാ അത് ദൈവത്തെ പഴയ നിയമകാലത്ത് നമുക്ക് യാഗത്തെ കാണുമ്പോൾ ഓരോ മൃഗങ്ങൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന യാഗം എന്തുവാ സ്തുതിയുടെയും ആരാധനയുടെയും ഹല്ലേലൂയ ആ യാഗം നമ്മൾ എണ്ണീറ്റ് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് അല്ലവ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾ ഹല്ലേലൂയ കർത്താവേ നീ എനിക്ക് തരാൻ പോകുന്ന ദാനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ നടപ്പ് നോട്ടം സംസാരം ചിന്ത കൊടുക്കു വാങ്ങലൊക്കെ ദൈവമേ നിന്റെ നാമ മഹത്വത്തിന് കാരണമാകണമേ എന്ന് ഇന്ന് പൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. പിന്നെ ഞാൻ മുന്നോട്ട് ഇന്നത്തെ ഒരു ഫാമിലി സെമിനാർ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഹല്ലേലൂയ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ABCDE ഈ 3 കാര്യങ്ങൾ കാരണം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴാണ് ഒരു ഫാമിലി എപ്പോഴും അവെയർ ആയിരിക്കണം. എന്തിനെക്കുറിച്ചുള്ള അവെയർ ആയിരിക്കണം? ഹല്ലേലൂയ. നമുക്ക് 2 കൊരിന്ത്യർ 2:11 വാക്യത്തിൽ പ്രകാരം നമ്മൾക്ക് കാണുക. ഒന്ന് വായിച്ചാട്ട് 2 കൊരിന്ത്യർ 2:11. ആമേൻ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അവെയർ ആയിരിക്കണം. എന്തോ എഴുതിയിരിക്കുന്നത്? സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. കാരണം സാത്താൻ എങ്ങനെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ? കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മളുണ്ടല്ലോ സാത്താൻ്റെ പല തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
ആദവും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിലാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളവിടെ വേല ചെയ്ത് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞില്ലേ? എന്നാൽ ഹവ്വ ആ സമയത്താണ്, ആദം ഇല്ലായിരുന്ന സമയത്താണ് എന്തോ പറ്റിയത്? ഹവ്വ സർപ്പം അവിടെ കടന്നു വന്നത്. അതുപോലെ കർത്താവ് നമ്മളെ കുടുംബജീവിതത്തിലാക്കി വയ്ക്കുമ്പോൾ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. സാത്താൻ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഒന്നാമത്തത് സംശയം. കുടുംബജീവിതം തകരുന്നതിൻ്റെ ഒന്നാമത്തെ പടി ഏതാ? സംശയം. ഒരാളെ എന്തുവാ? സംശയം. ഒരിക്കലും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന അതേ നിമിഷം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കോണം. ഹല്ലേലൂയ. സാത്താൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ അവെയർ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ടും കുറ്റം പറയുക. എന്താ ഇത്? ഞാൻ ഒരു സെമിനാർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ ഞാൻ എന്തും പറഞ്ഞിട്ട് പോകാനായിട്ടല്ലല്ലോ. രണ്ടാമത്തെ കാര്യം കുറ്റം പറയുക. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ 2 പേര് 2 ഭവനത്തിൽ നിന്ന് കടന്നു വന്നവരാ, അല്ലേ? അപ്പം 2 പേരുടെ സ്വഭാവം, 2 പേരും ജനിച്ച് വളർന്നു വന്നതായ രീതികളൊക്കെയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്തുവാ, ഒരാളെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞ എന്തുവാ, അവിടെ സാത്താൻ പ്രവേശിക്കും. എന്തെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ അത് അന്യോന്യം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? നിരത്തണം. ഹല്ലേലൂയ. മൂന്നാമത് ഹല്ലേലൂയ, ഏറ്റവും വലിയ ഇന്നത്തെ നമ്മൾ സമയം കൊടുക്കത്തില്ല. കുടുംബജീവിതത്തിൽ സമയത്തെ നമ്മൾ കണ്ടെത്തണം. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ എന്തെടുക്കണം? സമയത്തെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്തുവാ? നമ്മൾ അവെയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി അവെയർ ആയിരിക്കണം, ഒത്തിരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ നമ്മുടെ കുടുംബത്തിൽ എന്തൊഴിക്കും? പ്രവേശിക്കത്തില്ലേ? എന്താ? സംശയം, സമയം കൊടുക്കത്തില്ല, ഒരാളെ കുറ്റം പറയുക, പിന്നെ നമ്മൾ ഒരാളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സാത്താൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. സാത്താൻ ഹല്ലേലൂയ, നിങ്ങളൊക്കെ നല്ല കുടുംബങ്ങളാണെന്ന് എനിക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്താ സാത്താൻ നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കുന്നതെന്ന് നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാൻ പറ്റുകയില്ല. കാരണം ഉണ്ടല്ലോ, അവൻ്റെ തന്ത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ ഏറ്റവും സാത്താൻ ഇഷ്ടപ്പെടാത്തത് ദൈവമക്കളുടെ കുടുംബങ്ങളെ. ഹല്ലേലൂയ. അതിനെ എങ്ങനെയെങ്കിലും തകർത്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോയാൽ ഹല്ലേലൂയ സഭ എന്തുവാ? നശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം? സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. രണ്ടാമത് നമുക്കൊരു ബൗണ്ടറി ഉണ്ടാകണം. എന്തുവാ? ബൗണ്ടറി. ആ ബൗണ്ടറി ഹല്ലേലൂയ, ആ വേലിയെ പൊളിക്കുക. വേലിക്കകത്ത് സാത്താൻ കടക്കുവാൻ നമുക്ക് ഇടയാകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംസാരത്തിൽ നമ്മളെ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ റെസ്പെക്റ്റ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ എന്തോ ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ഇന്നൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സംസാരം ഹല്ലേലൂയ, ആ വേലിക്കകത്ത് ഹല്ലേലൂയ, ആ വേലി പൊളിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ഹല്ലേലൂയ. ആ വേലിക്കകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ സംസാര രീതി ഹല്ലേലൂയ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ റെസ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ ഹല്ലേലൂയ നമ്മൾ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഭവനത്തിനകത്ത് ഒരു വ്യക്തി പോലും ഹല്ലേലൂയ, മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാക്കളെ പോലും ഹല്ലേലൂയ ഒരിക്കലും അവരുടെ മുമ്പിൽ കുറ്റം പറയരുത്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളുടെ പോലും കുറ്റം ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ നമ്മൾ പറയരുത്. ശരിയായിരിക്കും, അവരെ കുറവുകളുണ്ട് ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ കുറ്റം പോലും ഹല്ലേലൂയ ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ആ ബൗണ്ടറിക്കകത്തുനിന്ന് പറയരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങി വരും. അതാ യോശുവ പറയുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബമോ
ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ മാതാപിതാക്കൾ, കാരണം ഒരു കുടുംബം വന്നു കഴിയുമ്പോൾ രണ്ടുപേരുടെയും പേരൻസ് ഉണ്ട്. ഹല്ലേലൂയ. ആ രണ്ടുപേരുടെ പേരൻസിനെ കുറിച്ച് കാരണം ഒരിക്കലും നമ്മുടെ വീട്ടിൽ സംസാരിക്കരുത്. ഹല്ലേലൂയ. സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അവരുടേതായ കുറവുകളെ സംസാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ആ കുറവുകൾ പറയുമ്പോൾ ഹല്ലേലൂയ അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് സി ആണ് കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ തുറന്ന മനസ്സിൽ ഹല്ലേലൂയ ഭാര്യ ഭർത്താക്കന്മാരെന്തുവാ സംസാരിക്കണം. ഹല്ലേലൂയ, മറച്ചു വെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു മറ നീങ്ങിയതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മറ നീങ്ങി കഴിയുമ്പോൾ എന്തുവാ അവർ ഹല്ലേലൂയ ഭാര്യ ഭർത്താവ് ജീവിതം എന്തുവാ ഹല്ലേലൂയ ഒന്നിച്ച് ഹല്ലേലൂയ തുറന്ന മനസ്സോടുകൂടി ഹല്ലേലൂയ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. പല കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം എന്തുവാ? കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തുവാ കുടുംബജീവിതം പലപ്പോഴും എന്തുവാ തകർന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ദൈവമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ആരുമായിട്ട് പറയും? ആരുമായിട്ടാണ് പറയുന്നത്? ദൈവമായിട്ട് പറയും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ പറയാം മക്കളെ, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആരുമായിട്ടാ? പപ്പയും മമ്മിയോടും. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പോകുന്നുണ്ട്, അല്ലെ? ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലേ? ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ചെന്നതിന് ശേഷം പല പ്രശ്നങ്ങളുണ്ടാകും നിങ്ങൾക്ക് ഇല്ലേ? ആ പ്രശ്നങ്ങൾ നിങ്ങൾ പോയി നിങ്ങളുടെ മറ്റുള്ള പറയുന്നതിനേക്കാട്ടിൽ നിങ്ങളുടെ നല്ല ഫ്രണ്ട് ആരാ നല്ല ഫ്രണ്ട്? ഡാഡി മമ്മി അല്ലേ? ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു കഴിയുമ്പോൾ എന്തുവാ അവർക്ക് നിങ്ങളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ സാധിക്കും ഇല്ലേ? അഥവാ നിങ്ങൾ വേറെ ഫ്രണ്ടിനോട് പോയി കഴിഞ്ഞ് പറഞ്ഞാലോ ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെ അവർക്ക് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ അവർ പറയും. എന്നാൽ നിങ്ങൾക്ക് ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ആരുമായിട്ട് വേണം? ഡാഡിയോടും മമ്മിയോടും. ഡാഡിയും മമ്മിയുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ സ്കൂളിൽ എന്ത് സംഭവിച്ചാലും, ഏത് ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ആദ്യം വന്ന് പറയേണ്ടത് ആരോടാ? പപ്പയോടും മമ്മിയോടും. പപ്പയ്ക്കും മമ്മിക്കും അവരെ കേൾക്കുവാനുള്ള എന്ത് വേണം? മനസ്സ് വേണം, സമയം വേണം. ഹല്ലേലൂയ. ഇന്ന് കാലം ഹല്ലേലൂയ എനിക്കറിയത്തില്ല ഞാൻ ഇതിങ്ങനെ ഡൈവേർട്ട് ആയത്. ആരെങ്കിലും മാതാപിതാക്കൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കുന്നില്ല എങ്കിൽ ഇന്ന് പൽക്കാലം ഏറ്റെടുത്ത് കടന്നു പോകണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ടൊരു 5 മിനിറ്റ് ഇരുന്ന് ഹല്ലേലൂയ എനിക്ക് സംസാരിപ്പാനുള്ള ഒരു കൃപ തരണേ അപ്പാ. ഹല്ലേലൂയ. എൻ്റെ പിതാവേ ഹല്ലേലൂയ അതിനു വേണ്ടി എന്നെ ഒന്ന് ഹല്ലേലൂയ ഉപയോഗിക്കണമേ എന്ന്. ഹല്ലേലൂയ. 3 വയസ്സുള്ള കുഞ്ഞും 4 വയസ്സുള്ള കുഞ്ഞും 5 വയസ്സുള്ള കുഞ്ഞിനും ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ കുഞ്ഞ് ഹല്ലേലൂയ അവർ യുഎസ്എയിലാണ്. അപ്പം അവൻ്റെ ഡാഡിയോട് ചെന്ന് പറഞ്ഞു, അവന് ഇച്ചിരി കളർ ഇച്ചിരി കറുത്ത ഒത്തിരി കറുത്തല്ലെങ്കിലും കുറച്ച് അവന് 5 വയസ്സേ ഉള്ളൂ. അവൻ ചെന്ന് പറഞ്ഞു, ഡാഡി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഐ ഡോണ്ട് ലൈക്ക് യുവർ കളർ. അവൻ്റെ പപ്പ അവനോട് പറഞ്ഞു, സാരമില്ല മോൻ പറയണം ഐ ലൈക്ക് യുവർ കളർ എന്ന്. കാരണം കുഞ്ഞുങ്ങൾ അവൻ്റെ പ്രയാസം ആരോടാണ് വന്ന് പറയുന്നത്? ഡാഡിയോടും മമ്മിയോടും. അത് കേൾക്കുവാൻ നമ്മളെന്തോരിക്കണം? റെഡി ആയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആരുമായിട്ടാണ്? കുഞ്ഞുങ്ങളുമായിട്ട്. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ ഭാര്യ ഭർത്താക്കന്മാർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ട വളരെ അത്യാവശ്യപ്പെട്ടവരെ. ആ കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. എന്താ ഉണ്ടാകണം?
ഡിസിപ്ലിൻ. ഹല്ലേലൂയ. അതാ ഇന്നത്തെ ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഭവനെങ്കിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു ഡിസിപ്ലിനാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ ഡിസിപ്ലിനാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഇന്ന് പൽക്കാലം ദൈവസഭയുടെ മുന്നിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അപ്പം ചിലർക്ക് പറയാം, ഞങ്ങൾ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എപ്പോൾ കാണുമോ ഹല്ലേലൂയ ആ നിമിഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആദ്യം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മറ്റുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഭവനത്തിൽ ചെയ്യുവാനുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ ഡ്യൂട്ടിയിൽ നിന്ന് കടന്നു വരുമ്പോൾ മറ്റൊരു വ്യക്തി ഭവനത്തിൽ ഉണ്ടായെങ്കിൽ 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് കൈകോർത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടേതായ ഡ്യൂട്ടിയിലേക്ക് കടന്നു പോകുവാൻ. ഒരു തീരുമാനത്തോടെ അത് ഇന്ന് പൽക്കാലം നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിൽ ഹല്ലേലൂയ പരിവർത്തിക്കുന്ന ദൈവമാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടോ നമ്മുടെ ഭവനത്തിൽ? നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ സന്തോഷിക്കാറുണ്ടോ? ഹല്ലേലൂയ. എപ്പോഴും സന്തോഷം. കർത്താവ് എന്താ തെസ്സലോനിക്ക ലേഖനത്തിൽ എന്തോ പറയുന്നത്? ക്രിസ്തുവിൽ നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ. ആ സന്തോഷമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി വരുമ്പോഴാണോ അതോ ചില ഫംഗ്ഷനുകളുടെ മധ്യത്തിലാണോ നമുക്ക് സന്തോഷമുള്ളത്? നമ്മളേത് സമയത്തും ഹല്ലേലൂയ സന്തോഷമുള്ളവരായിരിക്കണം. കാരണം കർത്താവ് നമ്മളെ ഹല്ലേലൂയ അതിനായിട്ടാണ് പ്രിയപ്പെട്ടവരെ വിളിച്ച് വേർതിരിച്ചിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കും. ഞാൻ 2-3 ABCD ഒക്കെ പറഞ്ഞെങ്കിലും ഹല്ലേലൂയ ഇതിൽ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം ഹല്ലേലൂയ കുറവുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹല്ലേലൂയ ഒന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ, അഥവാ നമ്മുടെ വീട്ടിൽ ഹല്ലേലൂയ ഒന്നിച്ചൊരു പ്രാർത്ഥന ഇല്ല എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മളോട് മനസ്സലിയുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളുടെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മുമ്പിലും നമുക്ക് വേണ്ടി മനസ്സലിയും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ. അവൻ എന്തോ ചെയ്തത്? അപ്പൻ്റെ എല്ലാ സ്വത്തുക്കളും എടുത്തിട്ട് അവൻ കടന്നുപോയതിന് ശേഷം എന്തോ ചെയ്തത്? അതെല്ലാം ഹല്ലേലൂയ എല്ലാം നശിപ്പിച്ചതിന് ശേഷം അവൻ ഹല്ലേലൂയ ബോധം വന്നു. ഹല്ലേലൂയ. ബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് പറയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ എന്തുവാ ദൂരത്ത് അവനെ നോക്കിയിരിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അപ്പൻ ദൂരത്തുനിന്ന് അവനെ കണ്ടെന്ന് മനസ്സലിഞ്ഞെന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. 15-ാം ഹല്ലേലൂയ 15-ന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമ്മൾ കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മളൊന്ന് എഴുന്നേൽക്കാൻ തയ്യാറായി പ്രിയപ്പെട്ടവരെ. അവൻ ദൂരത്ത് നിന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൂരത്ത് നിന്ന് അപ്പൻ വെയിറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഓടിച്ച് എന്ന് കെട്ടിപ്പിടിച്ച് മനസ്സലിഞ്ഞെന്നാ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പോൽക്കാലം കുടുംബ
ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ദൈവമായിട്ട് പിമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ നമ്മളൊന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് അപ്പൻ്റെ അടുത്തേക്ക് പോകണം. അത് ഞാൻ പറഞ്ഞേ, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഹല്ലേലൂയ ദൈവമായിട്ടുണ്ടാകണം. ഹല്ലേലൂയ ആ കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആ പിതാവ് നമ്മളെ ദൂരത്ത് നിന്ന് നോക്കിയിരിക്കുക. ഹല്ലേലൂയ എൻ്റെ മോനല്ലേ വരുന്നോ എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം അവൻ ദൂരത്തല്ല പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഹല്ലേലൂയ ആ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ അവന് മനസ്സലിഞ്ഞെന്ന ഹല്ലേലൂയ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തോ ചെയ്യണം? ഒന്ന് എഴുന്നേൽക്കാൻ ഹല്ലേലൂയ നമ്മൾ റെഡി ആയിരിക്കണം. ഹല്ലേലൂയ എഴുന്നേൽക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ പിതാവ് നമ്മളെ ചുംബിക്കാനും റെഡിയാ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഏത് പരിസ്ഥിതി ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ ഹല്ലേലൂയ, അത് നമ്മുടെ സാമ്പത്തികമായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയമായിരിക്കാം. ഭാരപ്പെട്ട പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറയുകയാണ് ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ എഴുന്നേറ്റ് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉണ്ടാകണമെന്നാണ് ഇന്ന് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ അടുത്ത് നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹല്ലേലൂയ കൂടെ ഇരിക്കണം. അങ്ങനെ 3 ദിവസമായി യേശുവിൻ്റെ കൂടെ ഇരിക്കുക അല്ലേ. കൂടെ ഇരുന്നപ്പോൾ യേശുവിന് എന്തുവായി? അവരോട് മനസ്സലിവുണ്ടായി. ഹല്ലേലൂയ ഇന്ന് നമ്മൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ എന്തുവാ? കൂടെ ഇരിക്കുക. ഹല്ലേലൂയ കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഹല്ലേലൂയ ആദ്യം ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റണം. ഹല്ലേലൂയ എഴുന്നേറ്റിട്ട് എന്തോന്നു? കൂടെ ഇരിക്കണം. ഹല്ലേലൂയ യേശു തന്നെ പറയും, അവർ 3 ദിവസമായിട്ട് അവർ എന്നോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ ദൈവത്തിനറിയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ കൂടെയാണോ ഇരിക്കുന്നത് എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ परमेश्वर अच्छी तरह जानते हैं कि प्रभु के साथ हम हैं या नहीं. अगर प्रभु के साथ अगर हम हैं तो हमारे लिए तरस खाने वाला प्रभु है. हालेलुया अगर प्रभु के साथ हम बैठेंगे, प्रभु के साथ हम उठने के लिए तैयार है, तो प्रभु हमारे ऊपर तरस खाने वाला प्रभु है. हालेलुया അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ എവിടെ നമുക്ക് കാണുവാൻ സാധിക്കും? ഹല്ലേലൂയ 3 ദിവസം ഇരുന്ന ആ വ്യക്തികളെ, ആ പുരുഷാരത്തെ യേശു കൊടുത്തോ? യേശു അവിടെ കൊടുത്തോ? യേശു അവരെ അവിടെ ആഹാരം കൊടുത്തിട്ടാ വിട്ടത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഇരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുന്ന് കഴിയുമ്പോൾ എന്തുവാ? ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ മത്തായി 20-ന്റെ 30 തൊട്ട് 34 വരെ ഒന്ന് വായിച്ചേ. ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നിലവിളി, അധികം നിലവിളി. ശിഷ്യന്മാരെന്നോ അവരവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ എന്തുവാ? ആദ്യം അവർ നിലവിളിച്ചു, രണ്ടാമത് എന്തോ ചെയ്തേ? അധികം നിലവിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകണം. ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾക്ക് ചിലർ നമ്മളെ മിണ്ടായിരിക്കാനൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അധികം നിലവിളിച്ചോണം. ഹല്ലേലൂയ അധികം നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ചിലപ്പം ഭാര്യയെക്കാട്ടി കൂടുതൽ ഭർത്താവിനെക്കാട്ടി കൂടുതൽ ഭാര്യയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നിലവിളിച്ചാൽ മതി. ഹല്ലേലൂയ നിലവിളിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നിലവിളിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മധ്യത്തിലും എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഞങ്ങളുടെ 32 വർഷത്തെ ഹല്ലേലൂയ ശുശ്രൂഷ
ചർച്ചയുടെ മധ്യത്തിൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചതാണ്. ഹല്ലേലൂയ. പ്രിയ സോണിയൊക്കെ അറിയാൻ നല്ലപോലെ അറിയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ വളരെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. വളരെ ബുദ്ധിമുട്ടി കർത്താവിനോട് നിലവിളിച്ച അനേക രംഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ദൈവം അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചെറുതായിട്ടൊരു പറയാം. 92-ൽ ഞാൻ 91-ൽ ഞാൻ വാറങ്കലിൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ സുഖമില്ലാതെ വന്ന ഡോക്ടേഴ്സ് ബ്രെയിൻ ട്യൂമർ എന്ന് എഴുതിയ വ്യക്തിയായിരുന്നു പൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഹല്ലേലൂയ ഡോക്ടർമാർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തം വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാനും എൻ്റെ മമ്മിയുടെ അനിയത്തിയുണ്ട്, ഇവിടെ ഉണ്ട്, വേറൊരു ചർച്ചിലുണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടും കൂടാണ് പഠിക്കാൻ പോയത്. ആ സമയങ്ങളിലൊക്കെയും പലരും പല നിന്ദകളും വാക്കുകളൊക്കെയും പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന് വേണ്ടി അനേകാത്മാക്കളെ നേടുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഹല്ലേലൂയ അത് നിർവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ നിലവിളിക്കുന്ന ഒരു സമയമുണ്ട്, അധികം നിലവിളിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ കുടുംബജീവിതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് അധികം പ്രാർത്ഥിക്കുവാൻ ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. പ്രാർത്ഥന ജീവിതത്തിൻ്റെതായ ഹല്ലേലൂയ ആ ജീവിതം ഈ ദിവസക്കാലം നമ്മളൊന്ന് ഹല്ലേലൂയ ഒന്നും കൂടെ ഒന്ന് കൂട്ടിക്കേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് കൂടുതൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഹല്ലേലൂയ ഒന്ന് റെഡി ആയിക്കേ. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസക്കാലം ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, മന്ന പെറുക്കുവാനായിട്ട് ജനം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണം, മന്ന പെറുക്കിക്കണം. ഇല്ലെങ്കിൽ എന്തുവാ, മന്ന പുഴുവാകും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ അതിരാവിലെ എണ്ണീറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ റെഡിയായിക്കേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിരാവിലെ എണ്ണീറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ചെറുതോ വലുതോ ഏത് പ്രശ്നമായിക്കോട്ടെ, നമ്മളൊന്ന് എഴുന്നേറ്റ് ദൈവത്തോട് കൂടെ ഇരുന്ന് ഒന്ന് നിലവിളിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കുടുംബജീവിതം ദൈവം സക്സസ് ആക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ആമേൻ. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു. ആമേൻ. കുഷ്ഠരോഗി എന്താ ചെയ്ത്? യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. നമുക്കൊന്ന് മുട്ടുകുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസക്കാലം ഞങ്ങളൊരു ഭവനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും മുട്ടുകുത്തി. ഞാൻ ജസ്റ്റ് കണ്ണു തുറന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ അങ്ങ് പെട്ടെന്ന് ഇതായിപ്പോയി. കർത്താവേ, അവർ മുട്ടുകുത്തി നിന്ന് അവിടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ എത്ര പ്രാവശ്യം ദൈവസന്നിധി മുട്ടുകുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ ചോക്കുമ്പോൾ ഹല്ലേലൂയ അവർ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. എൻ്റെ പപ്പായുടെയാണ് കാലിൻ്റെ 2 സൈഡ് നോക്കി ഇത്ര തഴമ്പോ. കാരണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഹല്ലേലൂയ സങ്കടം ബോധിച്ച് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എനിക്ക് പറയുവാനുള്ളത് ആ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതില്ല എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ ഹല്ലേലൂയ ഫാമിലി സെമിനാറിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസന്നിധിയിൽ അധികാലത്ത് മുട്ടുമടക്കും. ഹല്ലേലൂയ. അതിരാവിലെ എണ്ണീറ്റ് ഹല്ലേലൂയ എൻ്റെ പ്രിയൻ്റെ മുഖത്തെ
ദൈവത്തിലേക്ക് നോക്കി ഹല്ലേലൂയ, ദൈവമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഹല്ലേലൂയ, ദൈവമായിട്ടൊരു നല്ല ഡിസിപ്ലിൻ ഉണ്ടായി ഹല്ലേലൂയ, എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കും ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മുട്ടുകുത്തി ഹല്ലേലൂയ, ഉടനെ ഹല്ലേലൂയ അവൻ എന്തോ ശുദ്ധമായി സൗഖ്യമായി ഹല്ലേലൂയ. നമുക്കൊരു സൗഖ്യം വേണോ? നമുക്ക് മുട്ടുകുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലും ആവശ്യങ്ങൾ വേണോ? നമുക്ക് മുട്ടുകുത്തിയേ മതിയാവും ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1-3 വരെ വാക്യം. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവനിലേക്ക് നമ്മളെന്തുവാ തിരിയണം ഹല്ലേലൂയ. തിരിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ യഹോവ നമ്മളെ ശ്രേഷ്ഠന്മാരാക്കി തീർക്കും ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ഇന്ന് കാലം ഹല്ലേലൂയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹല്ലേലൂയ നമ്മളുടെ കുടുംബം ഹല്ലേലൂയ ദൈവത്താൽ സ്ഥാപിതമായതാണ്. ദൈവത്തിൻ്റെ ഹല്ലേലൂയ പദ്ധതി ഇല്ലാതെ ഒരു കുടുംബം ഹല്ലേലൂയ സ്ഥാപിക്കാൻ സാധ്യമല്ല ഹല്ലേലൂയ. ഇന്ന് കാലം ഹല്ലേലൂയ നമ്മളൊക്കെ ഹല്ലേലൂയ ഭാര്യ ഭർത്താക്കന്മാരാണ്. എവിടൊക്കെയോ ഏതോ ദേശത്ത് കിടന്നവരാ ഹല്ലേലൂയ. ഞാനാണെങ്കിൽ ബീഹാറിൽ ജനിച്ചു വളർന്ന് പഠിച്ച വ്യക്തിയാണ് ഹല്ലേലൂയ. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന നിലമ്പൂർ കിടന്ന ഹല്ലേലൂയ ഒരു ദേവദാസനെ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ അല്ലാതെ നമുക്ക് ആർക്കും ഹല്ലേലൂയ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യയില്ല ഹല്ലേലൂയ. ആ പാർട്ട്ണറെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം ഹല്ലേലൂയ അത് ദൈവം എനിക്ക് തന്നതായ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പാർട്ട്ണർ എന്ന് മനസ്സിലാക്കി നമ്മൾ കുറവുകളെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കുടുംബജീവിതം സക്സസ് ആകും. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്ന് ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തി ഹല്ലേലൂയ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവം ഉത്തരമരുളും ഹല്ലേലൂയ. ഒരു പ്രാവശ്യം സാധു സുന്ദർ സിംഗ് ഇങ്ങനെ ഒരു ഹല്ലേലൂയ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ മുകളിൽ ഒരു കിളി കൂട് വെച്ചു. ആ കൂട്ടിന് ആ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ മുട്ടയുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധു സുന്ദർ നോക്കുമ്പോൾ ഒരു പാമ്പ് വന്നിട്ട് എന്തു എടുക്കുക, ഈ മുട്ടയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും ഈ സാധു സുന്ദർ സിംഗ് ഹല്ലേലൂയ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ സമയത്തും പിന്നെയും ഇങ്ങനത്തെ രംഗം കണ്ടു. ആ സമയത്ത് തള്ളക്കിളി ദൂരത്തു നിന്ന് ഏതോ ഒരു ഹല്ലേലൂയ ചെടിയുടെ വള്ളി കൊണ്ട് ആ കൂടിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞപ്പോൾ എന്തുവാ അതിൻ്റെ ആ ചെടിയുടേതായ മണം കൊണ്ട് ആ പാമ്പിന് എന്തോ പറ്റി, ആ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ സാധിച്ചില്ല. അതിനകത്ത് താഴോട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഹല്ലേലൂയ ഒരു പ്രാർത്ഥന, ആരാധന, സ്തുതി അത് ഉണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെതായ സാത്താൻ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ എന്തു ചെയ്യുക, ആക്രമിക്കുവാൻ സാധ്യമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. തീക പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത് എന്തുവാ? തീയ. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുവാ? ദൈവസന്നിധി. നമ്മൾ ദൈവസന്നിധി മുഴങ്ങാലും അടക്കുമ്പോൾ നമുക്ക് ചുറ്റും ഹല്ലേലൂയ പരിചയായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മൾ ഒരു തീരുമാനത്തോടെ കുടുംബജീവിതത്തിൽ ആയിരിക്കുന്നതും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, നിങ്ങളെപ്പോഴും ഹല്ലേലൂയ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അത് ക്രിസ്തുവിലാണോ എന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ പണക്കാർ വരും, സൗന്ദര്യമുള്ളവർ വരും, ഹല്ലേലൂയ ഒത്തിരി ജോലി, നല്ല ജോലിയുള്ളവർ വരും. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ഹല്ലേലൂയ ചോദിക്കണം, പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ എനിക്ക് തരുന്ന പാർട്ട്ണർ അത് കർത്താവേ നിന്റെ ഹിതമുള്ളതാണോ എന്ന്. ഹല്ലേലൂയ അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഹല്ലേലൂയ
സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമായ ക്രിസ്തീയ കുടുംബം ഈ ഭൂമിയിൽ സ്വർഗമായിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതം സ്വർഗമാകണമെങ്കിൽ നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഒരു ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ 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 നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പ്രതിസന്ധികൾ ഇങ്ങനെ മുമ്പോട്ട് കടന്നു വരും. ഒരു സ്കൂളിൽ ഹല്ലേലൂയ ഒരു രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ മറ്റേ ക്ലാസ്സിൽ പിള്ളേരങ്ങ് ഭയങ്കര ബഹളമാണ്. അതിലൊരു പയ്യൻ സ്മാർട്ടായിരുന്നു, അവൻ ഭയങ്കര ബഹളം. ഈ അധ്യാപകൻ ഈ ക്ലാസ്സിൽ നിന്ന് മറ്റേ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ പിള്ളേരങ്ങനെ അങ്ങനെ അധ്യാപകൻ എന്തോ ചെയ്തു, അവിടെ കിടന്ന ഒരു ഭൂമിയുടേതായ ഒരു എന്താ പറയുന്നത് നക്ഷ, അതിനെന്താ പറയുന്നത് അത് ഒരു ഇതിൻ്റെ ഭൂമിയുടെ ഇതുണ്ടല്ലോ എന്താ പറയുന്നത് അതങ്ങോട്ട് കൊടുത്തിട്ട് വലിച്ച് കീറി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടി ഇത് ഇരുന്നിട്ട് പെട്ടെന്ന് അതൊന്ന് ക്ലിയറായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ ഓർത്തു, ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം, ഒരു ഭൂചിത്രത്തെ ഭൂപടത്തെ അങ്ങോട്ട് വലിച്ചു കീറിയിട്ടിട്ട് പെട്ടെന്ന് പറ്റുമോ? അതല്ല. അതിനകത്ത് ഒരു വലിയ സ്മാർട്ട് ചെറുക്കനുണ്ടായിരുന്നു. ഇവൻ എന്നെ എടുത്തെന്നറിയാമോ? അതിൻ്റെ മറു സൈഡിൽ ഒരു മനുഷ്യൻ്റെ പടമായിരുന്നു. ഇവൻ എന്നെ എടുത്തു, ഈ മനുഷ്യൻ്റെ കയ്യെ കണ്ണ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് എന്തുവാ അങ്ങോട്ട് പെട്ടെന്ന് അപ്പോൾ സാറ് വിചാരിച്ചു പിന്നെയും ബഹളമാണല്ലോ. സാറ് വന്ന് ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞല്ലേ ഇത് ചെയ്യാൻ? സാറ് നോക്കിയപ്പോൾ അതെന്തുവാ നന്നായിട്ടാ പടം എന്തുവാ നക്ഷ എന്തുവാ നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നു. ഇങ്ങേ സൈഡിൽ ആരായിരുന്നു? ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു. ആ മനുഷ്യനെ ഒന്ന് കറക്റ്റായി. ഇപ്പം ഭൂമി എന്തായി? ആ ഭൂപടം മൊത്തം എന്തുവായി? കറക്റ്റായി. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നന്നായാൽ എന്തുവാകും? ഒരു കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ എന്തുവാകും? സഭ നന്നാകും. സഭ നന്നായാൽ ദേശം നന്നാവും. ദേശം നന്നായാൽ രാഷ്ട്രം നന്നാകും. അങ്ങനെ നന്നാകണമെങ്കിൽ എന്തുവാണ്? നമുക്ക് ഒന്നാമത് ദൈവ പരിജ്ഞാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒന്നാമത് ഹല്ലേലൂയ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകപരമാണ്. ഹല്ലേലൂയ. മാതൃകപര ക്രിസ്തീയ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ 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 പെന്തിക്കോസ്ത് എന്ന് പറയുന്നതായ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മളൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കടന്നു വന്നിട്ട് ഹല്ലേലൂയ, ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എനിക്ക് പറയുവാനുള്ള ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവസന്നിധി ദൈവത്തോടൊന്ന് കൂടെ ഇരിക്കണം. നമ്മുടെ അരിമനാഥന്റെ ഹല്ലേലൂയ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ച ഈ കുടുംബം പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമ്മുടെ മണവാളൻ ഹല്ലേലൂയ വാതിക്കലായിരിക്കുന്നു. മണവാട്ടി സഭ ഈ ദിവസക്കാലം ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലേ ഉള്ളു പ്രിയപ്പെട്ടവരെ കുടുംബം. ഹല്ലേലൂയ. ഈ കുടുംബം നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചാൽ ആ നാഥന്റെ വരവിൽ ഹല്ലേലൂയ നമ്മൾ എടുക്കപ്പെടും. ഹല്ലേലൂയ. ആ കാഹളധ്വനിയുടെ മധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ പിതാവ് ഇന്ന് പകൽക്കാലം എന്നോട് ക്ഷമിക്കണമേ. എന്നിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ഹല്ലേലൂയ ആ നാഥന്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ആരുമായിട്ട്? ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥനായ യേശുമായിട്ട്. ഹല്ലേലൂയ. യേശു മണാളൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശ വേഗം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അത് ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊന്ന് കൂടെ ഇരിക്കണം. ദൈവസന്നിധിയിലൊന്ന് മുട്ടുകുത്തണം. ദൈവസന്നിധിയിലൊന്ന് എഴുന്നേൽക്കണം. ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ അനാഥൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ഇവിടെയുള്ള ദൈവജനത്തോട് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ദൈവത്തോടൊന്ന് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം തന്ന ദൈവദാസനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കണം. അടിയങ്ങൾ ഹല്ലേലൂയ, ഞാൻ 31-ാം തീയതി തിരിച്ച് കടന്നു പോകും. കാരണം ഹല്ലേലൂയ അവിടെ കർത്താവിൻ്റെ ദാസൻ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ, പലയിടങ്ങളിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയുണ്ട്. ഹല്ലേലൂയ, എല്ലാ വേലയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇത്രത്തോളം ദൈവമാണ് അടിയങ്ങളെ നിലനിർത്തിയത്. ഹല്ലേലൂയ, നമുക്ക് ആ ദൈവത്തോടൊന്ന് കൂടെ ഇരിക്കാം. നിങ്ങളുടെ കുടുംബജീവിതം വരും കാലങ്ങളിൽ നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വരുവാനുള്ള നിങ്ങളുടെ പാർട്ട്ണർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടായിരിക്കണം? യേശുപ്പച്ചനുമായിട്ടായിരിക്കണം. അത് കഴിഞ്ഞ് ആരുമായിട്ടായിരിക്കണം? നിങ്ങളുടെ പപ്പ മമ്മിയുമായിട്ട്. നിങ്ങളുടെ ഏത് വിഷയവും നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും പറഞ്ഞാണോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഏത് വിഷയത്തിന് മുമ്പിൽ ഹല്ലേലൂയ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഇത്രത്തോളം സമയം തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു.